കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2025 ഓഗസ്റ്റ് 10 ഞായറാഴ്ച നമ്മൾ വിശ്രമിക്കുന്ന ദിവസമാകുന്നല്ലോ. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദിവസമാണ്. അന്നും നീയോ നിൻ്റെ ദാസനോ ദാസിയോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത് എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. പക്ഷേ ഇന്നത് പാലിക്കുന്നവരുണ്ട്, പാലിക്കാത്തവരുമുണ്ട്. എന്നാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെങ്കിൽ അവകാശികളായി നമുക്ക് മുന്നേറാം. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും അനുദിനം ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു ദൈവ മക്കളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമുക്ക് തരുന്ന നന്മകൾക്ക് ദൈവത്തിന് കോടാനുകോടി നന്മ പറഞ്ഞുകൊണ്ട്, കോടാനുകോടി സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന്, അവകാശികളാണ് നമ്മളെന്ന് മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവ മക്കളായി നമുക്ക് മുന്നേറിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമാറാകണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ സ്വർഗീയ പിതാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.